ഈ ഒരു സിനിമയുടെ പാർട്ട് 1 വീഡിയോ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും അവസാനം നടന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു പെൺകുട്ടിയുടെ മരണശേഷം ആകെ വിഷമിച്ചിരിക്കുന്ന നമ്മുടെ സായിയെ സമാധാനിപ്പിക്കുന്ന നോയിയാണ് നമ്മൾ കണ്ടത്. സായി ഇപ്പോൾ നോയിയോട് പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ വരില്ലേ, നീ എന്നെ രക്ഷിക്കില്ലേ, ആ ഒരു കാട് എപ്പോഴും ഞാൻ സ്വപ്നം കാണാറുണ്ട്. ഏത് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പഴയ കെട്ടിടവും കാടും. ഇതേ സമയം തന്നെ സുലൈമാൻ എന്ന് പറയുന്ന ആ വേട്ടക്കാരനുണ്ടല്ലോ, അയാൾ എന്തൊക്കെയോ പദ്ധതികൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. സായിയുടെ ദേഹത്താണ് അല്ലെങ്കിൽ സായിയാണ് ആ ഒരു തലപ്രേതെന്ന് ഇപ്പൊ ഏകദേശം അയാൾക്ക് പിടികിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അയാൾ കൂട്ടാളികളെയും കൂട്ടിയിട്ട് സായിയുടെ അടുത്തേക്കാണ് വരുന്നത്. ഇത് തടയാനായിട്ട് നമ്മുടെ ജേഡ് അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വെറും തെറ്റിദ്ധാരണയാവാം, അവള് അങ്ങനെയൊന്നുമല്ല, അവള് നല്ല പെൺകുട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവര് ആ ഒരു വീട്ടിലേക്ക് തന്നെ പോകാനായിട്ട് തയ്യാറാവുകയാണ്. ഇതേ സമയം തന്നെ ഈ സംഘം കാണാതെ സായിയെ നോയിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ കാടിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ജേഡും വേട്ടക്കാരൻ സംഘവും ഇങ്ങോട്ടേക്ക് എത്തിയപ്പോ ഇപ്പൊ സായിയെ അവിടെ വീട്ടിനകത്ത് കാണാനില്ല. പക്ഷേ ഇവരെങ്ങോട്ടേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം ഈ വേട്ടക്കാരനായിട്ടുള്ള സുലൈമാന് മനസ്സിലാകുന്നുണ്ട്. മറുവശത്ത് നമ്മുടെ സായി നോയിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു പഴയ കെട്ടിടത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. വീണ്ടും കുറച്ചു ദൂരം മുന്നോട്ടേക്ക് ചെന്നപ്പോൾ ഒരുപാട് തിളങ്ങി നിൽക്കുന്ന പൂക്കളെ പോലെയുള്ള എന്തോ ഒരു വസ്തു ഇവർ രണ്ടുപേരും കാണുകയാണ്. അതിനടുത്തേക്കാണ് ഇവർ പോകുന്നത്. അതില് ഒരു പൂവെടുത്തിട്ട് നമ്മുടെ സായി കഴിച്ചു നോക്കുന്നു. പെട്ടെന്ന് അവൾക്ക് ആ ഒരു പ്രേതമായിട്ട് മാറാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, അതിങ്ങനെ ആ വെയിനും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് രാത്രിയാകുമ്പോഴാണല്ലോ അവൾ ഈ ഒരു ക്രാസിയോ എന്ന് പറയുന്ന ആ ഒരു ഭീകര സത്വമായിട്ട് മാറുന്നത്. പക്ഷേ ഈ ഒരു സാധനം എടുത്ത് കഴിച്ചോട് കൂടിയിട്ട് അവൾ അതാകുന്നില്ല. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഈ ഒരു പ്രേതമാകുന്നതിനുള്ള ഒരു പ്രതിവിധി നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ ഇവരത് മൊത്തം പറിച്ചെടുക്കാനായിട്ടാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായി. നമ്മുടെ സായിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നോയിയെ ഒട്ടും പിരിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അവളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ നോയെ ഉമ്മ വെക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ വേട്ടക്കാരനായിട്ടുള്ള സുലൈമാനും നമ്മുടെ ജേഡും അങ്ങോട്ടേക്ക് വന്നു. ജേഡിന് ഈ ഒരു കാഴ്ച കണ്ടു നിൽക്കാനായില്ല. ഏത് സായി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നോയെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ തന്നെ സായിയോട് ഓടി രക്ഷപ്പെടാനായിട്ട് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ വേട്ടക്കാരന്മാരെല്ലാവരും കൂടി ചേർന്ന് അവളെ പിന്തുടരുന്നു. അതേ സമയം തന്നെ നമ്മുടെ ജേഡാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓടിപ്പോയിട്ട് നോയി അടിയോടടി. സായി നേരെ ഓടിപ്പോയത് ആ ഒരു പഴയ കെട്ടിടത്തിനുള്ളിലേക്കായിരുന്നു. അവിടെ ആ ഒരു വലിയ ബോക്സ് ഉണ്ടായിരുന്നല്ലോ, അതിനടുത്തേക്ക് ചെല്ലുമ്പോൾ അവക്ക് പഴയകാല എന്തൊക്കെയോ ഓർമ്മകളും മറ്റ് വിഷ്വൽസ് ഒക്കെ അവളുടെ മൈൻഡിലേക്ക് വരുന്നു. അതായത് അന്ന് ആ ഒരു പ്രേതം ഇവളുടെ ശരീരത്തിലേക്ക് കടന്നുകൂടിയതും എല്ലാം. തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ സായിയുടെ ദേഹത്തേക്ക് ആ ഒരു പ്രേതം കയറിയിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്ന എല്ലാ വേട്ടക്കാരെയും അവള് തീർത്ത് കളയുകയാണ്. ജേഡാണെന്നുണ്ടെങ്കിൽ ഇത് തടയാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവനും ഇപ്പൊ വീണ് പരിക്കേൽക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് നോയ് ഓടി വന്നിട്ട് എന്താടാ നിനക്ക് പറ്റിയേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴേക്കും സായി ആണെന്നുണ്ടെങ്കിൽ പഴയ രൂപത്തിലേക്ക് ആയി മാറിയിട്ടുണ്ടായിരുന്നു. ആരും അറിയാതെ നോയ് ഇപ്പോ സായിയെ വീട്ടിലേക്കാക്കി. അവളുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തോക്കുമെടുത്ത് മറ്റുള്ളവരുടെ കൂടെ വേട്ടയാടാനായിട്ട് ഇറങ്ങുകയാണ്. തന്റെ മകളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ അയാൾ അറിയുകയാണ്. അതോടുകൂടിയിട്ട് അയാൾക്ക് ദേഷ്യം വന്നു. വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന സായി ആകട്ടെ ആ ഒരു കാട്ടിൽ നിന്ന് പറിച്ചിട്ടുണ്ടായിരുന്ന പ്രത്യേക തരത്തിലുള്ള ചെടി ഉണ്ടല്ലോ, അതൊരു തുണിയിൽ പൊതിഞ്ഞ് അവളുടെ മേശപ്പുറത്ത് വെക്കുന്നുണ്ട്. ഇതേ സമയം സായിയുടെ അച്ഛനാകട്ടെ ഗ്രാമത്തിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത് ഇന്നലെ രാത്രി ക്രാസി എന്ന് പറയുന്ന ആ ഒരു സത്യം കീഴ്പ്പെടുത്തിയിട്ടുള്ള മനുഷ്യന്മാരെയാണ്. പക്ഷേ സുലൈമാനും ജേഡും മരിച്ചിട്ടില്ലായിരുന്നു. ജേഡിനെ രക്ഷിച്ച് ഇപ്പോ സുലൈമാൻ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ആരാണ് ഇതിന് പിന്നിലെന്ന് ചോദിക്കുമ്പോൾ ക്രാസു തന്നെയാണ് എന്നാണ് ഈ ഒരു വേട്ടക്കാരൻ പറയുന്നത്. അത് ഇങ്ങേരുടെ മകളാണെന്നൊന്നും ഇയാള് ഇപ്പോ നമ്മുടെ ഈ ഒരു സായിയുടെ അച്ഛനോട് പറയുന്നില്ല. അങ്ങേര് അവിടെ നിന്ന് പോയതിനു ശേഷം നാട്ടുകാരുടെ മൊത്തം ഇയാൾ കാര്യം പറഞ്ഞു. അതായത് ഇപ്പൊ നമ്മുടെ സായിയുടെ ദേഹത്താണ് ആ ഒരു ക്രാസി ഉള്ളത്, അവളെ തീർത്ത് കളയണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ നോയി ആണെന്നുണ്ടെങ്കിൽ ഒളിഞ്ഞു കേട്ടു. അവൻ അപ്പോഴേക്കും സായിയുടെ വീട്ടിലേക്ക് ഓടുന്നുണ്ട്. ഇതേ സമയം സായി ആകട്ടെ അവിടെ പൊതിഞ്ഞു കെട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചെടിയുടെ പൂവുകളുണ്ടല്ലോ അതിപ്പോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളുടെ അമ്മാമ്മയാണെന്നുണ്ടെങ്കിൽ അറിയാതെ അതെവിടെയോ വെച്ചു. പക്ഷെ പുള്ളിക്കാരിക്ക് അതെവിടെയോ വെച്ചെന്ന് ഓർമ്മയില്ല. രാത്രി ആയതോടുകൂടിയിട്ട് ക്രാസിയോ ആവാനുള്ള എല്ലാ ലക്ഷണങ്ങളും നമ്മുടെ സായി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് നല്ല രീതിയിലുള്ള നെഞ്ചുവേനൊക്കെ വരുന്നു. മറുവശത്ത് നാട്ടുകാരെല്ലാവരും തന്നെ പകയോട് കൂടിയിട്ട് ഇപ്പൊ സായിയുടെ വീട്ടിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സായിയുടെ അച്ഛനും കുറച്ച് ആളുകളും കൂടി ചേർന്നിട്ട് നാട്ടുകാരെ മൊത്തം തടഞ്ഞു വെച്ചു. എന്റെ മകള് പ്രേതമൊന്നുമല്ല, ഞാൻ എന്റെ മകളെ ഇങ്ങോട്ടേക്ക് വിളിക്കാം, നിങ്ങൾ നോക്ക് എന്നൊക്കെ പറഞ്ഞു. അതോടുകൂടിയിട്ട് ഇവരെ ആകെ പെട്ട് നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ സായി ആണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും ഒരു ചെടി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അവളത് കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് വന്നു. ഈറനണിഞ്ഞ പോലെയാണ് അവൾ വന്നത്. ഞാൻ കുളിക്കായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര നേരം വൈകിയത് എന്നൊക്കെ പറഞ്ഞു. ബാക്കിയുള്ള എല്ലാവരും നോക്കുമ്പോൾ അവളൊരു സാധാരണ പെൺകുട്ടി മാത്രമാണ്. എങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇന്നലെ ആ ഒരു പഴയ കെട്ടിടത്തിലേക്ക് വന്നതെന്ന് പറയുന്ന സുലൈമാൻ ഉറക്കെ അവളോട് ചോദിക്കുന്നു. അപ്പൊ സായി ആണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഒരു കള്ളം പറഞ്ഞു. ഈ വേട്ടക്കാരെല്ലാവരും കൂടി ചേർന്ന് എന്നെ അബ്യൂസ് ചെയ്യാനായിട്ട്, എന്നെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ജേഡാണ് എന്നെ രക്ഷിച്ചത്. ഇതെല്ലാം കേട്ട് ജേഡാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്, ഇവളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഈ ഒരു
ഒരു വേട്ടക്കാരൻ സുലൈമാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവളുടെ അച്ഛനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ നാട്ടുകാരെല്ലാവരും അങ്ങേരുടെ ഒപ്പം നിന്നോട് കൂടിയിട്ട് ഈ ഒരു സുലൈമാനെ നിക്കക്കള്ളില്ലാണ്ടായി. അവനങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുകയും ചെയ്തു. കാട്ടിലേക്ക് മിച്ചം വന്ന ആ ഒരു പൂവൊക്കെ എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ നോയി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എത്തിച്ചേർന്നിരിക്കുന്നത് ആ ഒരു സന്യാസിയുടെ അടുത്താണ്. അവൻ ഈ പൂവൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ അവന് നെഞ്ചുവേദന വന്നിട്ടുണ്ടായിരുന്നു. ആ സന്യാസിയാണ് ഇപ്പൊ വീട്ടിലേക്ക് അവനെ എത്തിച്ചത്. സമയം വീട്ടിലിരിക്കുന്ന നമ്മുടെ ജേഡിന്റെ അടുത്തേക്ക് എന്തോ ഒരു അജ്ഞാതശക്തി വരുന്നു. ഓരോ ദിവസം കടന്നു പോകുന്തോറും നമ്മുടെ സായയുടെ കയ്യിലുള്ള ആ ഒരു ചെടി ഉണ്ടല്ലോ, അത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അവൾ ഓരോന്ന് കഴിക്കും. അതോടുകൂടിയിട്ട് അവൾ അന്നത്തെ രാത്രി ഈ ഒരു സത്വമായിട്ട് മാറില്ല. ഇതേ സമയം നോയി ആകട്ടെ ഇപ്പോഴും കാട്ടിൽ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ചെടിക്ക് വേണ്ടിയിട്ട്. പക്ഷേ എല്ലായിടത്തും അവൻ പോയി നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെടികളെല്ലാം തന്നെ ആരോ കത്തിച്ച് ഇട്ടിരിക്കുന്നതാണ്. ഇതെല്ലാം തന്നെ വേട്ടക്കാരൻ സുലൈമാന്റെ പണിയായിരുന്നു. അവൾക്ക് ആ ഒരു രോഗം അല്ലെങ്കിൽ ആ ഒരു സത്വമാകുന്ന രീതി ഒരിക്കലും ഇല്ലാതാകരുത് അല്ലെങ്കിൽ നശിക്കരുത് എന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. പാവൻ നോയ്ക്ക് അങ്ങനെ നിരാശനായിട്ട് അവിടെ നിന്നും മടങ്ങേണ്ടി വരികയാണ്. സായയുടെ കയ്യിൽ ഇനി വെറും 2 ചെടികൾ മാത്രമേ ഉള്ളൂ. അതായത് 2 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് യാതൊരുവിധ രക്ഷയുമില്ല. നോയ്ക്ക് ആകെ ദേഷ്യം പിടിക്കുന്നു. പക്ഷേ സായി ആകട്ടെ അവനെ ഇപ്പോൾ സമാധാനിപ്പിക്കുകയാണ്. അതിനുശേഷം സായി നേരെ പോകുന്നത് ജേഡിനെ കാണാനാണ്. ജേഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവന്റെ മുഖത്തും അതുപോലെ തന്നെ ശരീരത്തിന്റെ പല ഭാഗത്തും പല രീതിയിലുള്ള മുറിവുകളും രൂപപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ജേഡിന് യഥാർത്ഥത്തിൽ അന്ന് അവളുടെ അച്ഛൻ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുചെന്നാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ നിമിഷം തൊട്ട് തന്നെ ഇവള് ക്രാസിയോ ആണ്, അതായത് ഈ ഒരു സത്വമാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇവളെ ഉപദ്രവിക്കുമെന്ന് ആ ഒരു വേട്ടക്കാര് പറഞ്ഞോടുകൂടിയിട്ട് ഈ വേട്ടക്കാരുടെ ഒപ്പം ചേർന്ന് അവരുടെ വഴി തെറ്റിക്കുകയായിരുന്നു നമ്മുടെ ജേഡ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ നോയുടെ കൂടെ ഇവളെ കണ്ടതോട് കൂടിയിട്ട് അവന്റെ സകല കൺട്രോളും പോയി. എന്നെ ഇട്ട് പോവല്ലേ എന്നാണ് ഇപ്പോഴും നമ്മുടെ ജേഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് രാത്രിയായപ്പോൾ സായയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ അവളുടെ അടുത്തേക്ക് വരുന്നു, അവളെ സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം ഇവരെ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു സിനിമ കാണിക്കാനായിട്ട് എല്ലാവരും കൂടി ഇപ്പൊ പോകുന്നുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് സായി പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നടക്കുന്നില്ല. ഇവളുടെ അച്ഛനടക്കം, അതായത് ടിങ്ങിനടക്കം ആർക്കും ഇവള് ഈ ഒരു സത്വമാണെന്ന് അറിയില്ല. അങ്ങനെ നമ്മുടെ നോയി ആകട്ടെ ആ ഒരു സന്യാസിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു സത്യത്തെപ്പറ്റി മനസ്സിലാക്കും. വേട്ടക്കാരൻ സുലൈമാന്റെ ദേഹത്തുള്ളതും മറ്റൊരു ക്രാസിയോ അല്ലെങ്കിൽ മറ്റൊരു പ്രേതമാണ്. അതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രേതത്തെ, അതായത് നമ്മുടെ സായയുടെ ദേഹത്തുള്ള ആ ഒരു പ്രേതത്തെ ഇല്ലാതാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആ നിമിഷം തന്നെ നമ്മുടെ സായി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രാസിയോയി മാറുകയാണ്. അതോടുകൂടിയിട്ട് നാട്ടുകാർ മൊത്തം ഇപ്പോൾ ഇവൾക്കെതിരാണ്. അതേസമയം ജേഡ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഭീമാകാര സത്വമായിട്ട് മാറി അങ്ങോട്ടേക്ക് വരികയാണ്. ഇതെല്ലാം തന്നെ സുലൈമാനും കാണുന്നുണ്ടായിരുന്നു. പക്ഷേ സുലൈമാന്റെ ദേഹത്തുണ്ടായിരുന്നതും മറ്റൊരു സത്വമായിരുന്നു. അങ്ങനെ ഈ 2 സത്വങ്ങളും കൂടി ചേർന്ന് സായി എന്ന് പറയുന്ന, അതായത് സായിയുടെ ദേഹത്തുള്ള ആ ഒരു ക്രാസിയോ എന്ന് പറയുന്ന പ്രേതത്തെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നേരത്തെ ഫൈറ്റിനൊടുവിൽ അങ്ങോട്ടേക്ക് ഈ ഒരു സന്യാസി, നമ്മുടെ സിനിമയുടെ തുടക്കം മുതൽ കണ്ടുവരുന്ന ആ ഒരു സന്യാസി വരുന്നു. അതിന്റെ ഇടയിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. പണ്ട് ഈ ഒരു സന്യാസിയുടെ കഥയാണ് കാണിക്കുന്നത്. അതായത് അയാളുടെ ഭാര്യയുടെ ദേഹത്ത് ഇതേപോലെ ക്രാസി എന്ന് പറയുന്ന ആ ഒരു പ്രേതം കയറിയിട്ടുണ്ടായിരുന്നു. ഈ വേട്ടക്കാര്, ഈ സെയിം വേട്ടക്കാര്, സുലൈമാൻ അടക്കമുള്ള ഈ വേട്ടക്കാര് വന്നിട്ട് ഈ അങ്ങേരുടെ ഭാര്യയെ കൊല്ലാനായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങേരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വലിയ കെട്ടിടത്തിൽ ബോക്സിനുള്ളിലായിട്ട് ഇങ്ങേരുടെ ഭാര്യയുടെ ആ ഒരു ക്രാസുവിനെ അടച്ചു വെക്കുകയാണ് ചെയ്തത്. പ്രസന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രാസുവിനെ ഉപദ്രവിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ജേഡിനെയും അതുപോലെ തന്നെ ഈ ഒരു വേട്ടക്കാരൻ സുലൈമാനെയും ഇങ്ങേര്, അതായത് സന്യാസി തീർത്ത് കളഞ്ഞു. അതിനുശേഷം അവിടെ നിന്ന് നോയിയോട് പറയുന്നുണ്ട് നീ സായിയും കൊണ്ട് ഇവിടെ നിന്ന് പോകാനായിട്ട്. അങ്ങനെ തലയില്ലാത്ത സായിയുടെ ശരീരം കൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അതേപോലെ തന്നെ ഈ ഒരു ക്രാസിയോ, അതായത് സായിയുടെ തലയാണെന്നുണ്ടെങ്കിൽ അവന്റെ പിന്നാലെ ഇങ്ങനെ ചരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും നാട്ടുകാർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഒരു ക്രാസിയോനെ, അതായത് ഈ ഒരു തലപ്രേതത്തെ അങ്ങോട്ട് തീർത്ത് കളയുകയാണ് തോക്ക് ഉപയോഗിച്ചിട്ട്. അതോടുകൂടിയിട്ട് നമ്മുടെ സായിയുടെ കഥ കഴിയുന്നു. ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.